ഭംഗിയാന്നറിയോ, ഭയങ്കര രസം വെച്ചാൽ പറഞ്ഞാലും തീരില്ല, അങ്ങനത്തെ ഭംഗിയാ. ഞാനും വേഗം പോയി കുറച്ച് സ്നോയിൽ കളിക്കട്ടെ. ഞാൻ ഈ ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് പോകുന്നത്, അത് കാരണം കൈയൊന്നും അനക്കാൻ പറ്റത്തില്ല. കൈ ഫൈനലി നമ്മൾ ചിത്കുൾ വില്ലേജിൽ എത്തിയേക്കുവാണ്. നമ്മൾ ചിത്കുൾ വില്ലേജ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുൻകൂട്ടി അനുവാദം വാങ്ങിക്കാതെ നമുക്ക് എത്തിപ്പെടാവുന്ന ഇന്ത്യയിലെ തന്നെ ലാസ്റ്റ് വില്ലേജ് ആണ് ചിത്കുൾ എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ 11 മണിയായപ്പോൾ അതേ ചിത്കുൾ പോകാനായിട്ട് പോവുകയാണ്. എപ്പോഴും ചിത്കുളാണോ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് അറിയത്തില്ല, കാരണം അവിടെ ഭയങ്കര സ്നോഫോളാണെന്ന് പറയുന്നു. എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ദൈവത്തിനും ഞങ്ങളുടെ ക്യാപ്റ്റനും മാത്രമേ അറിയാവുള്ളൂ. ഇന്ന് ഫുള്ള് കോടയായിട്ട് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. ഇന്നലെ നമുക്ക് കുറേ സ്നോ കാണാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇന്ന് അത്രയും സ്നോ ആയിട്ട് അങ്ങനെയില്ല. പക്ഷേങ്കിൽ ഫുള്ള് മഞ്ഞ് ഇറങ്ങി നിൽക്കും. അവിടെ എല്ലാം സ്നോഫോളാണെന്ന് പറഞ്ഞു. ഇവിടെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. എനിവേ നൈസായിട്ടുണ്ട്. അതെ, നമ്മൾ നമ്മുടെ ആപ്പിൾ തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ വണ്ടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ട്രക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാട്ടോ. ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. പക്ഷെ ഭയങ്കര രസമുള്ള ഒരു സീൻ വ്യൂ എന്നൊക്കെ പറയാവുന്ന സംഭവത്തിൻ്റെ കൂടെ ഇടയ്ക്കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ വീടുകളുടെ മുമ്പിൽ ഇങ്ങനെ വിറക് കൂട്ടി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും കേട്ടോ. കാരണം ഇവിടുത്തെ കറണ്ടിനും വെള്ളത്തിനും ഒന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് എപ്പോഴും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് താമസിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നതാണ്. അവർക്ക് അങ്ങനെ നോർമലി വരാറില്ല. 100 പേരാണ് അവിടെ അക്കോമഡേഷൻ പറ്റുന്ന ഒരു സ്റ്റേ ആട്ടോ നമ്മൾ താമസിച്ചത്. ഓ, ചെറിയൊരു കയറ്റാ, പറ്റണില്ല. പിന്നെ ഇതൊക്കെ കണ്ടിങ്ങനെ പതുക്കെ പോകാനായിട്ട് രസമുണ്ട്. എല്ലാവരും കയറി പോയി. ഇന്ന് എൻ്റെ സീറ്റും പോകും. നമ്മളിവിടെ സ്നോഫോളിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നമ്മുടെ കൂടുതലുണ്ടായിരുന്ന പിള്ളേർ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്യുന്ന അവർ ആ ഫയറിന്റെ ആ സംഭവമല്ലോ അത് വലിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തം അവിടെ പുകയും ഇതൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ നിർത്തി എല്ലാവരും ചാടി പുറത്തിറങ്ങി പോവാ. ഫുള്ള് അടിപൊളിയാട്ടോ. മൊത്തം സ്നോയാണ്. ഭയങ്കര രസമാണ്. എല്ലാവരും സ്നോയിൽ കളിച്ചോണ്ടിരിക്കുക. എന്തൊരു ഭംഗിയാന്നറിയോ, ഭയങ്കര രസം വെച്ചാൽ പറഞ്ഞാലും തീരില്ല, അങ്ങനത്തെ ഭംഗിയാണ്. നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ കാണുന്ന വിഷ്വൽ ഇതാട്ടോ. എല്ലാവരും സ്ലോയിൽ കളിക്കുവാണ്. ആക്ച്വലി ഇവിടെ ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് തന്നെ ഉണ്ടായേക്കുവാണ്. ഫ്രണ്ടിലെല്ലാം സ്നോ കാരണം വണ്ടികൾക്കൊന്നും തന്നെ കടന്നു പോകാൻ പറ്റുന്നില്ല. അത് കാരണം ഇവിടെ മിക്ക വണ്ടികളും തന്നെ നിർത്തിയേക്കുവാണ്. ഇതേ, എന്തൊരു രസമായത്. ഞാനും വേഗം പോയി കുറച്ച് സ്നോയിൽ കളിക്കട്ടെ. ഞാൻ ഈ ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് പോകുന്നത്, അത് കാരണം കൈയൊന്നും അനക്കാൻ പറ്റത്തില്ല. കയ്യിലെല്ലാം ഫുള്ള് തണുത്തിട്ടുണ്ടല്ലോ. ദൈവമേ, കൈവെല്ലാം ചിത്തിയായി പോവുക. ഞാൻ മാക്സിമം നമ്മുടെ എന്താണ് ജാക്കറ്റിൻ്റെ അകത്ത് തന്നെ ഇട്ടോണ്ടാട്ടോ ഇരിക്കുന്നത്. ഫൈനലി നമ്മൾ ചിത്കുൾ വില്ലേജിൽ എത്തിയേക്കുവാണ്. നമ്മൾ ചിത്കുൾ വില്ലേജ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ പോകുന്നത് ചൈനയിലോട്ടാണ്. അങ്ങോട്ടുള്ള വഴിയില്ല, ഇവിടെ കൊണ്ട് വഴി തീരുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിത്കുളിലെ ലാസ്റ്റ് വില്ലേജിലെ ലാസ്റ്റ് കഫേയിലാട്ടോ. എൻ്റെ പുറകെ കാണുന്നതാണ് ആ ലാസ്റ്റ് കഫേ. ഏതായാലും ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഭയങ്കര സ്നോഫളാണ്. സുന്ദർ വില്ലേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ വന്നപ്പോൾ തൊട്ട് നിങ്ങൾക്ക് കാണാതെ ഫുള്ള് സ്നോയിൽ കൊളിച്ച് നിൽക്കുന്ന ഏറ്റവും എന്താണ് ഞങ്ങൾ എന്താണോ കാണാൻ ആഗ്രഹിച്ചു വന്നത് അതാ ഇവിടെ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ കോട്ടേജുകളും നിറയെ വീടുകളും കുറേ ഹോം സ്റ്റേകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ചിത്കുൾ. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കട്ടെ എന്നുള്ളത് അറിയത്തില്ല. അത്ര രസമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി ലാസ്റ്റ് വില്ലേജിൽ നിന്ന് ഒരു ചായ അല്ലെ മൊമോസ് കഴിക്കട്ടെ. അതാണ് ആദ്യം ചെയ്യാനുള്ള കാര്യം. ഇതാട്ടോ നമ്മുടെ ലാസ്റ്റ് വില്ലേജ്, ചിത്കുളിലെ ലാസ്റ്റ് വില്ലേജിലെ ലാസ്റ്റ് കഫേ. ഇവിടെ കയറിയിട്ടാണ് നമ്മൾ കോഫിയൊക്കെ കുടിച്ചത്. ഫുള്ള് സ്നോ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ സ്നോയിൽ എത്ര സമയം നിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. ഇനി നമുക്ക് ചിത്കുൾ ഗ്രാമത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ മുൻകൂട്ടി അനുവാദം വാങ്ങിക്കാതെ
നമുക്ക് എത്തിപ്പെടാവുന്ന ഇന്ത്യയിലെ തന്നെ ലാസ്റ്റ് വില്ലേജാണ് ചിത്കുൾ എന്ന് പറയുന്നത്. ശരിക്കും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിബറ്റൻ അതിർത്തിയാണ്, ചൈന ടിബറ്റൻ അതിർത്തിയിലോട്ടാണ് പിന്നെ പോകുന്നത്. ഇവിടെ ആകെ താമസിക്കുന്നത് വെറും 700ഓളം ആൾക്കാർ മാത്രമാണ് ഇവിടെ ശരിക്കും താമസിക്കുന്നത്, അതായത് ഇവിടുത്തെ പ്രോപ്പറായിട്ടുള്ള ഗ്രാമവാസികൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഹോം സ്റ്റേകളും ഹോട്ടലുകളും എല്ലാം തന്നെയുണ്ട്. മരത്താലും തടികളാലും തന്നെ നിർമ്മിച്ചിട്ടുള്ള വീടുകളും മേൽക്കൂരകളും ഒക്കെ ആയിട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും നാഗരികതയുടെ ഒരു കണിക പോലും എത്താത്ത ഒരു ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാട്ടോ ചിത്കുൾ. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു റിമോട്ട് ഏരിയ എന്നൊക്കെ പറയല്ലേ, ആ സംഭവമാണ് ചിത്കുൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്കുളിൽ വരുമ്പം നമുക്ക് വരാനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഷിംലയിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്ററാണ് ചിത്കുളിലോട്ട് വരാനുള്ളത്. ഞങ്ങളിപ്പോൾ വന്നത് സാംഗ്ലായിൽ നിന്നാണ്. സാംഗ്ലായിൽ നിന്ന് 28 കിലോമീറ്ററാണ് വരുന്നത്. ലാസ്റ്റത്തെ ഒരു 28 കിലോമീറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ദുർഘടം പിടിച്ച വഴികളാണ്. അപ്പോൾ ആ വഴി കൂടി എന്ന് പറഞ്ഞാൽ ശരിക്കും മല തുറന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള വഴികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിത്കുളിലോട്ടാണെന്ന് പറഞ്ഞത്. ഭയങ്കര മലകളൊക്കെ തുറന്ന് ശരിക്കും ഒരു മൃഗങ്ങളൊക്കെ വാ വിളിച്ചിരിക്കില്ലേ, അതുപോലത്തെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ് മലകളിൽ കാണുന്നത്. ഞങ്ങൾക്ക് പോരുമ്പോൾ ആദ്യമൊക്കെ ചെറിയ കുറച്ച് മഞ്ഞ് കണ്ടിരുന്നിടത്ത് ഇപ്പം നമുക്ക് പച്ചപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും കാണാൻ പറ്റില്ലാത്ത രീതിയിലാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ ചിത്കുളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഉരുളക്കിഴങ്ങ് കിട്ടുന്ന സ്ഥലം ചിത്കുളാണെന്ന് പറയുന്നത്. അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉരുളക്കിഴങ്ങ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചിത്കുളിലെ ഉരുളക്കിഴങ്ങ് ഭയങ്കര എക്സ്പെൻസീവാണ്. അതൊക്കെയാണ് എൻ്റെ അന്താരാഷ്ട്ര മാർക്കറ്റിലോട്ട് പോകുന്നത് ചിത്കുളിലെ ഉരുളക്കിഴങ്ങുകളാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നാടാണ് ചിത്കുൾ. ഇതിലൊക്കെ ഉപരി നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, കണ്ടിന്യൂസ് സ്നോഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം സംസാരിക്കുന്നത്. ഞാനാണെങ്കിൽ ആക്ച്വലി ഒരു കുഞ്ഞ് ജാക്കറ്റ് മാത്രം ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. വീട്ടിൽ വന്നിട്ട് ഇനി എനിക്ക് പനിയൊക്കെ പിടിച്ച് എന്തെങ്കിലും സിക്കൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ അത് ബാക്കി അന്നേരം പറയാം. ഇങ്ങോട്ട് പോരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും ഫുള്ള് പ്രിപ്പയർഡായിട്ട് വേണം വരാനായിട്ട്. നമ്മൾ ഒരു 3 ലെയർ ഡ്രസ്സൊക്കെ ഇട്ട് കംപ്ലീറ്റ് പ്രിപ്പയർഡായിട്ട് വേണം വരാനായിട്ട്. എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതത്ര പ്രശ്നമില്ല. ഞങ്ങൾ ഈ സ്നോഫോളിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. എൻ്റെ കൈയുടെ പരിപ്പിളവുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് വില്ലേജിൻ്റെ ലാസ്റ്റ് ബോർഡർ കാണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എല്ലാവരും റീലെടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. എന്തൊരു സ്നോയാ! ആക്ച്വലി ഞാൻ ഇത്രയും സ്നോ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ. ഇവിടം വരെയാണ് ശരിക്കും നമുക്ക് കിടന്നു വരാനുള്ള പെർമിഷൻ ഉള്ളത്. കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ എടുത്തു കഴിഞ്ഞ് മാത്രമേ മുമ്പോട്ട് പോകാനുള്ള ഇതുള്ളൂ. ഹെവി സ്നോഫോളാണ് പോകുന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോസ് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്ത കാരണം ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും കലക്കൻ അനുഭവമായിരുന്നു. എത്രയും പെട്ടെന്ന് കയ്യിൽ ഗ്ലൗസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം മനസ്സിലുള്ളൂ. ഈ റോഡാട്ടോ ഇവിടുന്ന് അവസാനിക്കുന്നത്. എനിക്ക് കുറച്ച് സമയം ശ്രീനിവാസ് ഗ്ലൗസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇപ്പം ക്യാമറ പിടിക്കാറായിട്ടുണ്ട്. ഇതുവരെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നടക്കുവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ട്രാവലേഴ്സിന് ഒരു സ്പിരിച്വലി ഒരു പോസിറ്റീവ്, ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന സ്ഥലമാണ് അല്ലേ? കറക്റ്റ്. ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന സ്ഥലമാണ് ചിത്കുൾ എന്ന് പറഞ്ഞത്. ഇവിടെ വന്നേക്കണ എല്ലാ ട്രാവലേഴ്സും തന്നെ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു പ്രാവശ്യം ഇവിടെ നിങ്ങൾ എന്തായാലും വരണം. have to come ready, yeah? It is actually so cold that you have to be prepared with everything. At least the 3 layers clothing, proper shoes, gloves, everything. എല്ലാം ആയിട്ട് പോന്നേച്ചാണ് കേട്ടോ. അല്ലേ എനിക്ക് സംസാരിക്കാൻ കൂടെ പറ്റുന്നില്ല. ഇപ്പം സംസാരമൊക്കെ മുറിയാൻ തുടങ്ങി. I'm wearing 5 layers and I'm feeling very not very cold at all, and that is something which is good about this place. That's what. My God, I love Chitkul. Chitkul is very cool. ഇതേണ്ടേ ഇവരിവിടെ സ്നോമാനെയൊക്കെ ഉണ്ടാക്കി ഫോട്ടോ എടുക്കും. അത് സ്നോമാൻ കണ്ണും മൂക്കും ഒക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചിത്കുൾ വില്ലേജിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് എന്നാണെന്നറിയാമോ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആകെ 700 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിലാരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ അടക്കം ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇവിടെ ക്രിമേഷനൊന്നും ചെയ്യത്തില്ല. ഇവർ അടുത്ത വില്ലേജിലോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭയങ്കര സ്പിരിച്വലി ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ സ്വർഗത്തിലേക്കുള്ളതിൻ്റെ പകുതി പാത എന്താ പറഞ്ഞത് ചിത്കുളിൽ നിന്നാണ്, ചിത്കുൾ വരെയാണെന്നാണ് പറയുന്നത്. അപ്പം സ്പിരിച്വലി കണക്റ്റ് ആണ്ടവർക്കൊക്കെ ഉറപ്പായിട്ടും ഇവിടെ വരാവുന്നതാണ് കേട്ടോ. ശരിക്കും ഒരു പാല് പോലെ അല്ല ഒരു പുഴ പോലെയാട്ടോ ഇവിടെ കിടക്കുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, സ്പിരിച്വലി കണക്റ്റ് ആനായിട്ട് ഏറ്റവും ഒരു ബെസ്റ്റ് പ്ലേസ് എന്ന് തന്നെയാണ് പറയുന്നത്.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര നിഷ്കളങ്കരും ഭയങ്കര നല്ല മനുഷ്യരുമാണെന്നാണ് പറയുന്നത്. എന്തായാലും ചിത്കുള എന്നെ എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ പോയതിൽ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഇന്ത്യയുടെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും ലോകത്തിൽ വേറെ ഉണ്ടാകത്തില്ല.